സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ വരുന്നത് ക്രോഷ്യോ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എന്നാലേ അത് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. വീഡിയോ കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നിയാലും ഭയങ്കര ഈസിയായിട്ട് നമുക്ക് പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസിയായിട്ട് ചെയ്യാവുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലുള്ള ഈ ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ലൂപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ലൂപ്പ്, ഇങ്ങനൊരു ഫസ്റ്റ് ലൂപ്പ് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ത്രെഡ് വലിച്ചെടുത്തിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്കുമ്പോൾ ചെയിൻ കിട്ടും. 1 2 3 4 5 6 7 ഇങ്ങനെ ചെയിൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചെയിനില്ലേ അതിലേക്ക് ഈ നീഡിൽ കടത്തി വരണം. ഇപ്പോൾ ഈ ലൂപ്പും നമ്മുടെ കയ്യിലുണ്ട്, ഫസ്റ്റ് ചെയിൻ്റെ ലൂപ്പും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ത്രെഡ് എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് എൻഡ് അങ്ങനെ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ചെയിൻ ലൂപ്സ് ഉണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഈ ത്രെഡ് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് വരണം. അപ്പോൾ അതവിടെ ഇങ്ങനെ ലോക്കായി ഒരു സർക്കിൾ പോലെ. 7 ചെയിനിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഇതുപോലെ ലൂപ്പ് ഇടുക, എടുക്കുക, ഇതിനടുത്ത് മൂടി എടുക്കുക. അടുത്ത ചെയിൻ എടുക്കുക, അടുത്ത ചെയിൻ One, 2, 3, 4, 5, 6, 7. നമ്മുടെ സെൻറ്റർ ഏരിയ റെഡി ആയിട്ടുണ്ട്. 7 ചെയിൻ കൊടുത്തു. 7 ചെയിനിൽ വീണ്ടും 7 സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 ചെയിൻസ് തന്നെ ഇപ്പോഴും ഉണ്ട്. ഇനി ഇത് ഓരോ ചെയിനിലും ഓരോ പെറ്റിൽ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അത് നമുക്ക് വേറെ കളറിൽ ചെയ്യാം. ഇത് ഞാനിവിടെ റെഡ് കളർ നിർത്തി. ഇനി അടുത്ത ഈ കളർ വെച്ചിട്ട് പെറ്റൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനൊരു ലൂപ്പ് ഇട്ട് കൊടുക്കുക. ഈ ലൂപ്പ് വേറൊരു രീതിയിലും ചെയ്യാം കേട്ടോ. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് കിട്ടും. എനിക്ക് പക്ഷേ അത് ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് ഈസിയായിട്ട് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതിൽ ഈ ലൂപ്പിൽ നീഡിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെയിനിലൂടെ കടത്തുക. എന്നിട്ട് നമ്മുടെ ത്രെഡ് ഇങ്ങനെ എടുക്കുക. അത് ഈ ത്രെഡ് ഈ ചെയിനിലൂടെ കടത്തിയെടുത്തു. അതുപോലെ തന്നെ ഈ ലൂപ്പിലൂടെയും കൂടെ കടത്തിയെടുക്കുക.
അങ്ങനെ അതവിടെ കണക്റ്റായി. ഇനി നമുക്ക് ചെയിൻ ഉണ്ടാക്കണം. അപ്പോൾ ലെങ്ത്ത് ഒരുപാട് വലിയ ലെങ്ത്ത് അല്ല പെറ്റൽസ്, അതുകൊണ്ട് 3 ചെയിൻസ് എടുക്കുന്നുള്ളൂ. 1 2 3 ചെയിൻ എടുത്തു. 1 2 3. ദെൻ ഈ നീഡിലിനെ ഒന്ന് ഇങ്ങനെ ത്രെഡ് ചുറ്റുക. എന്നിട്ട് സെയിം ചെയിനിൽ തന്നെ വീണ്ടും എടുക്കുക. എന്നിട്ട് നീഡിലിന് ഈ ത്രെഡ് ഇതിലൂടെ ഇടുക. ചെയിൻ്റെ ഉള്ളിലൂടെ എടുത്തു. വീണ്ടും ഒന്നും കൂടി നീഡിലിന് ത്രെഡ് ചുറ്റുക. ഈ 2 ലൂപ്പിലൂടെ ആ ത്രെഡ് വലിച്ചെടുത്തു. പിന്നെ ഒന്നുകൂടി ത്രെഡ് ഇട്ടിട്ട് വീണ്ടും ഈ 2 ലൂപ്പിലൂടെ എടുക്കുക. അങ്ങനെ ഇവിടെ വരെ ലെങ്ത്. ഇനി നമുക്ക് അതുപോലെ തന്നെ സെയിം തന്നെ വീണ്ടും ഒന്ന് ചുറ്റുക. ആ സെയിം തന്നെ ചെയിനിൽ കടത്തിയിടുക. ഒന്നുകൂടി ഇനി വീണ്ടും നമുക്ക് ഇത്രയും വിട്ട് മതി പെറ്റലിന്. അതുകൊണ്ട് വീണ്ടും ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 ചെയിൻ എടുത്തു. ഈ സെയിം ചെയിനിൽ എടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചുറ്റുക. ചെയിനിലൂടെ എടുത്തു. ചെയിനിലൂടെ മാത്രം എടുത്താൽ പോരാ, ആ വരുന്ന ത്രെഡ് ഈ ലൂപ്പിലൂടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായി. അപ്പോൾ നമുക്ക് ഒരു പെറ്റൽ കിട്ടി. ഒരു പെറ്റൽ ഫിനിഷായി. ഇനി അടുത്ത ചെയിനിൽ അടുത്ത പെറ്റൽ ചെയ്യും. വീണ്ടും ഇതുപോലെ എടുക്കുക. ചെയിനിലൂടെ ത്രെഡ് എടുത്തു. അതുപോലെ തന്നെ ഈ ലൂപ്പിലൂടെയും എടുക്കുക. വേറെ ചുറ്റൊന്നും ചെയ്യാതെ തന്നെ ലൂപ്പിലൂടെ എടുക്കുക. ഇനി നമുക്ക് 3 ചെയിൻ ഉണ്ടാക്കാം. 1 2 3. ഇനി വീണ്ടും നീഡിലിൽ ത്രെഡ് ചുറ്റി ആ സെയിം ചെയിനിൽ എടുക്കുക. വീണ്ടും 2 ലൂപ്പ് കടത്തി വിടുക. വീണ്ടും ഒന്നുകൂടി ചുറ്റുക. വീണ്ടും 2 ലൂപ്പ് കടത്തി വിടുക. വീണ്ടും ഒന്നുകൂടി ചുറ്റുക. സെയിം ചെയിനിൽ എടുക്കുക. ഒന്ന് ത്രെഡ് നീഡിൽ ചുറ്റി ആ ചെയിനിലൂടെ തന്നെ എടുത്തു. വീണ്ടും ഒന്നും കൂടി. അപ്പോൾ ഈ സമയത്ത് ഇവിടെ 3 എണ്ണം വരുന്നത്. എന്നിട്ട് ഒന്നുകൂടെ ത്രെഡ് നീഡിൽ ചുറ്റി ഈ 2 എണ്ണത്തിലൂടെ കടത്തി വിട്ടു. ഇപ്പോൾ വീണ്ടും 2 എണ്ണം ഉണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടി ചുറ്റിയിട്ട് വീണ്ടും കടത്തി. നമുക്ക് ഒരെണ്ണം കൂടെ വരും. 3 എണ്ണം അതുപോലെ ചെയ്യണം. ഇത് ഡബിൾ ക്രോഷ്യ. ഇതിൻ്റെ പേരാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇത് 3 എണ്ണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ 1 2 ആയി. ഇനി ഒരെണ്ണം കൂടെയുണ്ട്. ഇങ്ങനെ ചുറ്റുക. ആ ചെയിൻ സ്റ്റിച്ചിലൂടെ ആ സെയിം ചെയിൻ സ്റ്റിച്ചിലൂടെ കടത്തി വിട്ട് എടുക്കുക. അപ്പോൾ 3 എണ്ണം. വീണ്ടും ഒന്നും കൂടെ ചുറ്റി ഈ 2 ലൂപ്പിലൂടെ കടത്തി വിട്ട് വീണ്ടും ഒന്നും കൂടെ ചുറ്റി ബാക്കി 2 ലൂപ്പിലൂടെ കടത്തി വിടുക. ഇനി നമുക്ക് ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ. ഇനി ചെയിൻ സ്റ്റിച്ച് 1 2 3. ഇനി ഇതിവിടെ വീണ്ടും ലോക്ക് ചെയ്യണം. അതിന് ആ സെയിം ചെയിൻ സ്റ്റിച്ചിൽ ഇങ്ങനെ കിടത്തി വിട്ടിട്ട് ത്രെഡ് ചുറ്റി ആ ചെയിൻ സ്റ്റിച്ചുകൾ എടുത്തു. വീണ്ടും നമ്മുടെ ഈ ചെയിൻ നമ്മുടെ ഈ പെറ്റൽ ഫിനിഷ് ചെയ്യാൻ പോകുന്ന ആ ലൂപ്പിലൂടെ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയി. അങ്ങനെ 2 പെറ്റൽ. ഇതുപോലെ ബാക്കി നമുക്ക് 7 പെറ്റലുകളുടെയും കൂടി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ സെറ്റായി. 1 2 3 4 5 6 7 പെറ്റൽസുള്ള
ഫ്ലവർ റെഡി. നമ്മൾ ആദ്യമേ 7 ചെയിനല്ലേ എടുത്ത്, അതുകൊണ്ടാണ് 7 പെറ്റൽസ് വന്നത്. ആ ചെയിൻ്റെ നമ്പർ അനുസരിച്ചാണ് പെറ്റലിൻ്റെ നമ്പർ കൗണ്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ 5 ചെയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ 5 പെറ്റൽസ് ഉള്ള ഫ്ലവർ കിട്ടും. വീഡിയോ കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷെ നമ്മളത് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ചെയ്ത് നോക്കുക. അതുപോലെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ആ ഒരു ടെക്നിക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കിഡ്സ് വെയറിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാവുന്ന ഫ്ലവറാണിത്. ഹെയർ ബാൻഡും ഷൂസിലും അതുപോലെ ഡ്രസ്സിലും ഒക്കെ, കാരണം ബേബീസിനൊന്നും ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്രോഷ്യയുടെ ഫ്ലവേഴ്സും എംബ്രോയിഡറി ചെയ്ത് നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഡേസി പ്ലസ് ഫ്ലാറ്റ് സ്റ്റിച്ച്. ഇതാണ് ബ്ലൗസിൻ്റെ ബാക്ക് വ്യൂ. ഇത് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ, ഓണം ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്.